അതെ, നമ്മുടെ ഇന്നത്തെ കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്കി നട്ട്സ് കേക്കാണ് കേട്ടോ. 2 kg കേക്ക്. ആദ്യം നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് 8 എഗ്ഗ്, 2 ടീസ്പൂൺ വാനില എസൻസ്, 1 നുള്ള് ഉപ്പ്. ഞാനങ്ങനെ കേക്കിന് ഒരുപാട് മധുരം പ്രിഫർ ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 1 കപ്പ് പഞ്ചസാര, അതായത് പൊടിക്കാത്ത പഞ്ചസാര, നന്നായിട്ട് പ്ലഫി ആവുന്നിടം വരെ ബീറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കപ്പ് മൈദ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അതുപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് ഒരുപാടിട്ട് കുത്തി ഇളക്കാതെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ എടുക്കാൻ ശ്രമിക്കണം. ഞാനിവിടെ ബേക്ക് ചെയ്യുന്നത് ഓവനിലാണ്. എൻ്റെ ഓവൻ മോർഫി റിച്ചാൾഡാണ്. അതുകൊണ്ട് 150 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് കൊണ്ട് എനിക്ക് ബേക്കായി കിട്ടി. അതുപോലെ തന്നെ ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തത് 4 ടിന്നിനകത്തായിരുന്നു. അതായത് എനിക്ക് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കേക്കിന് ഫില്ലിങ്ങായി കൊടുത്തത് മിൽക്ക് മെയ്ഡ്, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്, നട്ട്സ്, പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇതിനകത്ത് ചേർത്താണ്. ഈ കേക്കിൻ്റെ ഡിസൈൻ കസ്റ്റമൈസ്ഡാണ്. അവർ തന്ന ഡിസൈനിൽ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് വിശ്വാസം. ഈ കേക്ക് നമുക്ക് ഹോം ഡെലിവറി ചെയ്യണം. അപ്പോൾ തന്നെ അനിയനെ വിളിച്ച് ഹോട്ടലിൽ കൊണ്ടു കൊടുക്കുകയാണ്. അടൂർ ലൈഫ് ലൈൻ്റെ അടുത്തു നിന്നാണ് നമുക്ക് ഈ ഓർഡർ വന്നത്. മൗണ്ട് സ്റ്റോൺ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ കേക്കിൻ്റെ ബോർഡ് ഇരിപ്പുണ്ട്. അത് കണ്ടിട്ട് എന്നെ വിളിച്ച കസ്റ്റമറായിരുന്നു ഇത്. വിളിച്ച ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ കേക്ക്. ആദ്യം കസ്റ്റമർ പറഞ്ഞത് കേക്ക് വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളാം എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് ഹോം ഡെലിവറി ചെയ്യുന്നുള്ള കാര്യം നമ്മളെ അറിയിച്ചത്. അങ്ങനെ കേക്ക് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ചേച്ചിയെ ഏൽപ്പിച്ചു. അവരുടെ മുഖത്തെ ആ ചിരി, പ്രത്യേകിച്ച് ആ മോൻ്റെ, അതാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ഗോഡ് ബ്ലസ് യു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്?